നമസ്തേ. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു, എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. അത് നേടണം, ഇത് നേടണം, നാളെ എങ്ങനെ ചെയ്യണം, അടുത്ത മാസം അത് വാങ്ങണം, അതിനടുത്ത മാസം മകളുടെ വിവാഹം, മകൻ്റെ ജോലിക്കാര്യം, അല്ലെങ്കിൽ പ്രൊമോഷൻ. ഇങ്ങനെ പല പല പ്രതീക്ഷകളുമായിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പ്രതീക്ഷകളാണ്. നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും പ്രതീക്ഷകളാണല്ലോ. ആ പ്രതീക്ഷകൾ പലപ്പോഴും സാഫല്യത്തിലേക്ക് എത്താറുണ്ടോ എന്നതൊരു ചോദ്യം തന്നെയാണ്. പ്രതീക്ഷകളെല്ലാം സഫലമാകണമെങ്കിൽ നമ്മളുടെ മാനുഷികമായ പ്രയത്നം കൊണ്ട് മാത്രം നടക്കണമെന്നില്ല. ഒരുപക്ഷെ തൊട്ടരികിലെത്തിയതോ കയ്യിൽ കിട്ടിയെന്ന് കരുതിയതോ പോലും നമ്മളിൽ നിന്ന് തട്ടി മാറ്റപ്പെടാം. അപ്രതീക്ഷിതമായ കഷ്ടനഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. പ്രതീക്ഷകളെല്ലാം തകിടം മറിഞ്ഞു പോകാം. ഏത് നഷ്ടങ്ങളെക്കാളും ഗുരുതരമായതും പരിഹരിക്കാൻ പറ്റാത്തതുമായ നഷ്ടമാണ് പ്രാണനഷ്ടം, അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുക എന്നതല്ല. സർവ്വവിധമായ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ഉപേക്ഷിച്ച് പ്രാണൻ വെടിഞ്ഞ് പിണമായി പോകുന്ന പലരെയും നമ്മൾക്കറിയാം. ഒരുപക്ഷെ ദുസ്വഭാവമോ ദുർനടപ്പോ ഇല്ലാത്തവർ പോലും അപ്രതീക്ഷിതങ്ങളായ ഇത്തരത്തിലുള്ള അപകടങ്ങളിലും മരണങ്ങളിലും സങ്കടകരമായ സാഹചര്യങ്ങളും എന്തിന് കടക്കെണികളിൽ പോലും പെട്ടുപോകുന്നു. മരണം സംഭവിച്ചില്ല എങ്കിലും തളർന്നു കിടക്കേണ്ടതായ അവസ്ഥകൾ വരുന്നു. എല്ലാം ഉണ്ടായിട്ടും ഒരു സുപ്രഭാതത്തിൽ ഒന്നുമില്ലാതെ ഒരു ഏഴയുടെ കണക്ക്, ഭിക്ഷാന്തേഹിയുടെ കണക്ക് കഴിയേണ്ടി വരുന്നു ചിലർ. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? ശരിക്കും ഇത് സംഭവിക്കാനുള്ള കാരണങ്ങളിലൊന്ന് നമ്മുടെ ശ്രദ്ധയില്ലായ്മയാണ്, പക്വതയില്ലായ്മയാണ്, ആലോചിച്ച് തീരുമാനിക്കാനുള്ള കഴിവിനെ പ്രയോജനപ്പെടുത്താത്തതിനാൽ സംഭവിച്ച അപകടമാണ്. അതുമാത്രമാണോ കാരണം എന്ന ചോദ്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ പൂർവികർ പറയുന്നു, ഋഷി പരമ്പരകൾ പറയുന്നു, അതുമാത്രമല്ല കാരണം. നമ്മൾ എത്രയേറെ പ്രയത്നിച്ചാലും കഷ്ടപ്പെട്ടാലും നമ്മുടെ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ ആയുസ്സ് നമ്മളോടൊപ്പം ഉണ്ടാകണം. ആ ആയുസ്സ് നമ്മളോടൊപ്പം എത്തുകയും യാതൊരുവിധമായ ശാരീരികമായ അവശതകളുമില്ലാതെ സങ്കടകരമായ തലത്തിലേക്ക് എത്താതെ പരിപൂർണമായ ഓജസ്സോടും തേജസ്സോടും കൂടി ഈ ജീവിതം ആസ്വദിക്കണം. മറ്റുള്ളവർക്ക് ഭാരമാകാതെ തന്നാൽ കഴിയാവുന്ന രീതിയിൽ മറ്റുള്ളവരെ പരിപാലിച്ചും സേവിച്ചും സംരക്ഷിച്ചും ഐശ്വര്യകരമായ രീതിയിൽ ജീവിക്കണം. അതിന് കാലകാലനായ മൃത്യുഞ്ജയൻ്റെ കൃപാകടാക്ഷം അത്യന്താപേക്ഷിതമാണ് എന്ന് ഋഷി പരമ്പരകൾക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നു, പ്രഭാതത്തിൽ തീർച്ചയായും മറക്കാതെ ജപിക്കേണ്ട ദിവ്യമായ മന്ത്രമാണ് മൃത്യുഞ്ജയ മന്ത്രം. കാരണം എൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം പൂർണ്ണതയിലേക്കെത്തണമെങ്കിൽ ആയുസ് വേണം, ആരോഗ്യം വേണം, കഷ്ടനഷ്ടങ്ങളെ മറികടക്കുവാനുള്ള ഈശ്വര കടാക്ഷമുണ്ടാകണം. ആ കടാക്ഷം പൂർണ്ണമായി കുടികൊള്ളുന്നത് പരമേശ്വരനിലാണ്. സമസ്ത ചരാചരങ്ങളുടെയും ഈശ്വരനും സർവ മംഗളങ്ങളുടെയും ഉറവിടമായ ആ മഹാദേവൻ്റെ കൃപാകടാക്ഷം ഇല്ലെങ്കിൽ ജീവിതത്തിൽ അപകടങ്ങളും കഷ്ടനഷ്ടങ്ങളും കടക്കെണികളും നമ്മുടെ ജീവിതത്തിലേക്ക് എത്തപ്പെടാം. അതുകൊണ്ട് സർവ്വവിധമായ കഷ്ടനഷ്ടങ്ങളും ബാധ്യതകളുമില്ലാതെ ജീവിതം ഐശ്വര്യകരമായി പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി ആറാമതായി നമ്മൾ ജപിക്കേണ്ട മന്ത്രമാണ് മൃത്യുഞ്ജയ മന്ത്രം. ഭൂരിഭാഗം മിത്രങ്ങൾക്കും അറിവുള്ളതാണ്, എങ്കിലും ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധീം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. അല്ലയോ മഹേശ്വര, സമസ്ത ചരാചരങ്ങളിലെയും ചൈതന്യമായ ഭഗവാനെ, ശവമയമായ ഈ ശരീരത്തെ ശിവമയമായ പ്രവർത്തന സജ്ജമാക്കി വെക്കുന്ന അല്ലയോ പരമ്പൊരുളേ, അവിടെ നിന്ന് പക്വതയുള്ള ഒരു ഫലം എപ്രകാരമാണോ ശോഷണങ്ങളൊന്നുമില്ലാതെ കൃതകൃത്യതയോടുകൂടി അതിൻ്റെ ഞെട്ടിൽ നിന്ന് വേർപെട്ട് സുരക്ഷിതമായി മാറുന്നത് പോലെ സമസ്ത പാപങ്ങളിൽ നിന്നും കഷ്ടനഷ്ടങ്ങളിൽ നിന്നും ആയുർ ഭയങ്ങളിൽ നിന്നും
അപകട തലങ്ങളിൽ നിന്നും അവിടുത്തെ കൃപാകടാക്ഷത്താൽ ഞങ്ങളെ സുരക്ഷിതമാക്കണം. കാലകാലനായ പരമേശ്വര മൃത്യുഞ്ജയ, അങ്ങയ്ക്ക് കഴിയാത്തതായി ഒന്നും തന്നെയില്ല. അതുകൊണ്ട് ഇന്നല്ല തുടർന്ന് വരുന്ന ഒരു ദിനങ്ങളിലും എൻ്റെ പ്രാണന് ഭീഷണിയില്ലാതെ അപ്രതീക്ഷിതങ്ങളായ കഷ്ടനഷ്ടങ്ങൾ എന്നെ സമീപിക്കാതെ ഭഗവാനെ ഏകമായ ശരണമായി അങ്ങയുടെ തൃപ്പാദപത്മങ്ങളെ കണ്ടുകൊണ്ട് ഈ ഉള്ളവനിതാ അങ്ങയുടെ തൃച്ചേവടികളിലേക്ക് എന്നെ പരിപൂർണമായി സമർപ്പിക്കുന്നു. അല്ലയോ മൃത്യുഞ്ജയ, സർവ്വവിധമായ മൃത്യുഭയങ്ങളിൽ നിന്നും സർവ്വവിധമായ ശത്രുഭയങ്ങളിൽ നിന്നും സർവേശ്വര അവിടെ നിന്നു നിരന്തരം പരിപാലിക്കണമേ എന്നതാണ് ആ മന്ത്രത്തിൻ്റെ തലം. മന്ത്രങ്ങളിൽ വെച്ച് അത്യുത്തമമാണ് മൃത്യുഞ്ജയ മന്ത്രം. ഇതിന് തുല്യം മറ്റു മന്ത്രങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് ഋഷിപരമ്പരകൾ പലപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ദൈനംദിന ആചരണത്തിൻ്റെ ഭാഗമായി ഇത് ജപിക്കുവാൻ മറക്കുവാനേ പാടില്ല. കൃത്യതയോടുകൂടി കഴിയാവുന്നത്ര പ്രാവശ്യം, 12 പ്രാവശ്യമോ 21 പ്രാവശ്യമോ ഒന്നുമില്ലെങ്കിൽ 5 പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് എല്ലാ ദിനവും ഇത് ജപിച്ചാൽ എത്താൻ സാധ്യതയുള്ള അപകടങ്ങളെയും കഷ്ടനഷ്ടങ്ങളെയും ആ മഹാദേവൻ്റെ കൃപാകടാക്ഷത്താൽ നമ്മൾക്ക് മറികടക്കാൻ കഴിയും. എന്നാൽ എല്ലാം കഴിയും, എന്നാൽ കഴിയാത്തതായി ഒന്നുമില്ല, എല്ലാം എനിക്ക് അധീനമാണ് എന്ന അന്ധമായ ധാരണയാണ് പലപ്പോഴും പല ഏടാകൂടങ്ങളിലേക്കും നമ്മെ എത്തിക്കുന്നത്. നമ്മുടെ ശരിക്കുമുള്ള ശക്തിയെയും ശക്തിഹീനതയെയും അറിയാതെ പലപ്പോഴും അത്തരത്തിൽ പല എടുത്തുചാട്ടങ്ങളും കഠിനമായ സങ്കടക്കയത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു. ഒരുപക്ഷെ പ്രാണന് പോലും അത് ഭീതിയേകുന്നു. അതുകൊണ്ട് എല്ലാ ദിനവും പുലർകാലത്ത് മൃത്യുഞ്ജയൻ്റെ ഈ ദിവ്യമായ മന്ത്രം ജപിക്കണം. ദൈനംദിന ജീവിതത്തിൽ ആചരിക്കേണ്ട ആചരണങ്ങളിൽ 6ാമത്തതായി സൂചിപ്പിക്കുന്ന ഈ ആചരണത്തിന്, ഈ മന്ത്രത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് സൽബുദ്ധികളായി നമ്മുടെ സന്തതികൾ മാറുവാനും നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ജീവിതം ഐശ്വര്യകരമായ പൂർണ്ണതയെ പ്രാപിക്കുവാനും നമ്മൾക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഈ 6ാമത് ആചരണ മന്ത്രത്തെ സ്വീകരിക്കാം. മറ്റൊരു ആചരണ മന്ത്രവുമായി വീണ്ടും കണ്ടെത്തുന്നത് വരെ പ്രിയമിത്രങ്ങളെ, ഏവർക്കും നമസ്കാരം.